സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു 7 നല്ല ശീലങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 7 കാര്യങ്ങൾ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നല്ല രീതിയിൽ വളരാനും നിങ്ങൾക്ക് കൂടിയ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ 7 കാര്യങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഒറ്റയടിക്ക് നിക്ഷേപിക്കരുത്. ലംസമായിട്ട് വലിയൊരു എമൗണ്ട് ഒറ്റയടിക്ക് നിക്ഷേപിക്കരുത് എന്നുള്ളതാണ് കാര്യം. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2020 ഫെബ്രുവരി മാസത്തിൽ ഒരു 10 ലക്ഷം രൂപ ചില സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് 2020 ഏപ്രിൽ 2 മാസത്തിന് ശേഷം അത് ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതായത് പകുതി പൈസയും പോയതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? അതെന്തുകൊണ്ടായിരുന്നു? 2020 മാർച്ചിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ തകരുകയും അങ്ങനെ പല സ്റ്റോക്കുകളും 50%, 60% ഒക്കെ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പൈസ ഒറ്റയടിക്ക് ഇടുമ്പോൾ മാർക്കറ്റിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നമ്മൾ നിക്ഷേപിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പല സമയങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ നല്ല ശീലം. രണ്ടാമത്തെ നല്ല ശീലം എന്താണെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് കറക്ഷനെ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സമയത്തെ എപ്പോഴും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക എന്നുള്ളതാണ് അടുത്ത ഒരു നല്ലൊരു കാര്യം. അതായത് ഒരു നിഫ്റ്റി ഒരു 5% ഇടിയുക അല്ലെങ്കിൽ ഒരു 10% ഇടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 5 വർഷത്തിനൊക്കെ ശേഷം പണം ആവശ്യമുള്ള ഒരു ലോങ് ടേം നിക്ഷേപകനാണ് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ കണ്ണുമടച്ച് നിക്ഷേപിക്കാം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ 2020 കൊറോണ ക്രാഷിൽ ഈ HDFC ബാങ്ക്, റിലയൻസ്, ബജാജ് ഫിനാൻസ്, അമരരാജ ബാറ്ററിയിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യം പറയുന്നത്. അതായത് മാർക്കറ്റ് കറക്ഷനെ നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് കരുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷമയുള്ളവരാവുക എന്നുള്ളതാണ്. അതേസമയം തന്നെ എപ്പോഴും ഒരു നഷ്ടസാധ്യത എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നഷ്ടം നമ്മൾ എത്ര സഹിക്കാം എന്നുള്ളതും കൂടെ മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങി, ആ സ്റ്റോക്ക് നമ്മൾ ഉദ്ദേശിക്കുകയാണ് 200 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ആ സ്റ്റോക്ക് 150 താഴെ പോയി കഴിഞ്ഞാൽ അത്രയും അതിൽ കൂടുതൽ നഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു സ്റ്റോക്ക് മേൽ 50 രൂപയിൽ കൂടുതൽ നഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉദ്ദേശക്കാരനാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് 50 ആക്കി നമ്മൾ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. അതേസമയം തന്നെ ആ സ്റ്റോക്ക് ഒരു 160 കടന്ന് കളിച്ചു അല്ലെങ്കിൽ 170 കടന്ന് കളിച്ചു. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ ക്ഷമ നിങ്ങൾ കളയേണ്ട കാര്യമില്ല. അതായത് നമ്മൾ നല്ല റിസർച്ച് നടത്തി നല്ല ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 200 വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് 300 എത്തും എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ അത് ഇപ്പോൾ താൽക്കാലികമായിട്ട് 190 പോയി അല്ലെങ്കിൽ 180 പോയി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേസമയം തന്നെ നമ്മൾ ആ സ്റ്റോക്കിൽ മാക്സിമം വരാവുന്ന നഷ്ടം നമ്മൾ മാർക്ക് ചെയ്തു വെച്ച് അതിൽ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോവുകയും അതേസമയം തന്നെ അത് മേളിലേക്ക് കയറി പോകാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ക്ഷമ കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റുമായിട്ട് ഒരിക്കലും ഒരു ശണ്ട കൂടാനായിട്ട് നിൽക്കരുത് എന്നാണ്. അതായത് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് താഴേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സ്റ്റോക്കിൽ പോയിട്ട് വാങ്ങി പോകരുത്. എനിക്ക് നഷ്ടം വന്നിട്ടുള്ള 3 സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അന്ന് ചെയ്തൊരു മണ്ടത്തരത്തിനെ പറ്റിയിട്ട്. ഒരു സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ ഇനി അത് കയറി വരുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഞാൻ ആവറേജ് ചെയ്ത് കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് 10,000-60,000 രൂപ നഷ്ടത്തിൽ എനിക്ക് ആ സ്റ്റോക്ക് ഒഴിവാക്കേണ്ടതായിട്ട് തോന്നുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവും. അപ്പോൾ മാർക്കറ്റ് ഒരു സ്റ്റോക്കിന് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള തകരാറുണ്ടെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ താഴേക്ക് വരും. അപ്പോൾ ആ സമയം അത് മോശം സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിൽ അതിൽ പോയി തലവെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എപ്പോഴും നമ്മളുടെ ക്യാപിറ്റൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു 3 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും നഷ്ടം വരുത്തിയത് 2.5 ലക്ഷം രൂപയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് 3 ലക്ഷം ആക്കുന്നതിന് കുറച്ച് പണിയുണ്ട്. മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ 3 ലക്ഷം എങ്ങനെ കളയാതെ നോക്കാം എന്നുള്ള കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നന്നായിരിക്കും.
മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്കും വലിയൊരളവിൽ ആവുന്നത് നന്നായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കും ഇപ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ഒരു പോർട്ട്ഫോളിയോ ആണുള്ളത്, അതിൽ മാക്സിമം ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഒരു 20,000 രൂപ എന്നുള്ള രീതിയിൽ ഒരു 20% മാക്സിമം ഒരു സ്റ്റോക്കിലാവാം. അതിൽ കൂടുതലാക്കുന്നത് നന്നാവില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആകെ 2 സ്റ്റോക്കിലാണ് എന്നുള്ളത് കുറേ കൂടെ റിസ്ക് ആണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് റുപ്പിമംഗിലുള്ളത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറന്നു പോവുക എന്നുള്ളത് അത്ര നല്ല ഏർപ്പാടല്ല. പണ്ട് ആളുകൾ പറയും ഞാൻ അന്ന് മേടിച്ചൊരു സ്റ്റോക്ക് 1978 മേടിച്ച സ്റ്റോക്ക് പിന്നെ എടുത്തു നോക്കിയത് 2000-ലാണ്, അന്ന് നോക്കിയപ്പോൾ 5,00,000 രൂപയായി അതിന് ലാഭം എന്നുള്ളതൊക്കെ കഥകളൊക്കെ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തുമാത്രം വിജയിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് കാര്യമായിട്ടുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതല്ല കൂടുതൽ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. കൂടുതൽ ഇതിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കൂട്ടുകാരോട് വീഡിയോ ഷെയർ ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കുറച്ച് വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.